റെയിൽവേ പോലീസിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നു. അതികഠിനമായി പോലീസുകാർ മർദ്ദിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഈ ചെറുപ്പക്കാരൻ്റെ കരച്ചിൽ, വളരെ ദയനീയമായ കരച്ചിൽ, അത് ഞാൻ ശരിക്ക് കേൾക്കുന്നുണ്ട്. കുറേ നേരം അവിടെ നിന്നതിന് ശേഷം സംഗതി മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു പോക്കറ്റടി നടന്നു. ഈ ചെറുപ്പക്കാരനാണെന്ന് ആരോ ആരോപിച്ചു. പോലീസുകാരൻ അവനെ പിടിച്ച് അവിടുത്തെ ലോക്കപ്പ് മുറിയിൽ കൊണ്ടുപോയി പതിവ് രീതിയിൽ ഒന്ന് പെരുമാറുകയായി. അന്നും ഇന്നും ഒക്കെ എന്നും പോലീസുകാർ ഇതുപോലെ തന്നെയാണ്. അന്ന് രാത്രി മുഴുവനും ഈ ചെറുപ്പക്കാരൻ്റെ നിലവിളിയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഉറക്ക് വന്നതേയില്ല. പിറ്റേന്ന് കാലത്ത് ഒരു കടലാസിൽ കുറ്റവാളി എന്ന പേരിൽ ഒരു കഥ വാർന്നു വീണു. എൻ്റെ പരിചയസീമയിൽ എഴുത്തുകാരായ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഗ്രാമത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ കഥ അന്ന് കണ്ണൂരിൽ നവയുഗം എന്ന പേരിൽ ഒരു വാരിക സാമാന്യം ഭംഗിയായി നടന്നു പോരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ AKGയുടെ അമ്മയുടെ സഹോദരി പുത്രൻ, കസിൻ, മെറ്റേണൽ കസിൻ AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ. കടത്തനാട്ട് മാധവിയമ്മ പ്രശസ്തയായ കവയിത്രിയുടെ ഭർത്താവ്. അദ്ദേഹമായിരുന്നു നവയുഗം വാരികയുടെ പത്രാധിപർ. ഞാൻ ഒരു ദിവസം ഒരു വലിയ ഹാളിൻ്റെ അപ്സ്റ്റേഴ്സിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഞാൻ ആ മുറിയിൽ ചെന്ന് ഈ സ്ക്രിപ്റ്റ് അടങ്ങിയ കവർ അയാളുടെ മേശപ്പുറത്ത് വെച്ച് ഒന്നും പറയാതെ മടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പോസ്റ്റലിൽ നവയുഗത്തിൻ്റെ ഒരു കോപ്പി കിട്ടി. അതിൽ ഈ കഥ വന്നിരുന്നു. പിന്നീട് 2 കഥകൾ കൂടി എന്നിൽ നിന്നുണ്ടായി. ഞാനന്ന് രാജാസ് ഹൈസ്കൂളിൽ സ്കൂൾ ഫൈനലിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ഞാനന്ന് വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇന്നത്തെ KSUവിൻ്റെ മുൻഗാമി കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്, അതിൻ്റെ ഭാരവാഹിയും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു. ഞാൻ ആ 3 കഥകളും എഴുതി. അന്ന് എൻ്റെ നിർദോഷിയായ ഒരു സുഹൃത്ത് ചോദിച്ചു എന്നോട്, എടാ ഇത് എവിടുന്നാ എടുത്തത്? ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഞാൻ ചിരിക്കുക മാത്രം ചെയ്തു. നല്ല പോലെ വായിക്കുന്നത് കൊണ്ട് എനിക്കന്നേ ഞാനടക്കം ആളുകളെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു. കുയിസു എന്ന ഒരു വിശ്വാസമുണ്ട്. 4ാമത്തെ കഥ എഴുതി. അതിൻ്റെ പേര് ഭർത്താവ്. അന്ന് മലയാള ഭാഷ കണ്ട എക്കാലത്തെയും മികച്ച സാഹിത്യമാസികയായ മംഗളോദയം
തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ടായിരുന്നു. മംഗളോദയത്തിൻ്റെ എല്ലാ കവറുകളും ഒരേ മാതിരിയാണ്. ഒന്ന് കവറിൽ ഒരു തൂലിക, മറ്റേതൊരു കത്തിരി, ഇങ്ങനെ വെച്ചിട്ടാണ് തൂലികയും കത്തിരിയും. തൂലിക ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നു, കത്രിക വിമർശനത്തെയും. ഇതാണ് സിംബോളൈസ് ചെയ്ത് ആ ചിത്രം ഉള്ളത്. അതിൻ്റെ വലതുവശത്തെ കോർണറിൽ ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ. സ്ഥിരമായി ആദ്യം വരുന്നത് എ ബാലകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള. രണ്ടാമത് ജോസഫ് മുണ്ടശ്ശേരി. മൂന്നാമത് കുട്ടിക്കൃഷ്ണമാരാർ. ഇവർ സ്ഥിരം പേരുകളായിരിക്കും. പിന്നെ 4 or 5 ആളുകൾ, ബാക്കി ആളുകളുടെ പേരൊന്നുമില്ല. മംഗളോദയത്തിൽ ബാലപംക്തിയില്ല, വനിതാപംക്തിയില്ല, സ്പോർട്സ് ഇല്ല, സിനിമയില്ല, ഒന്നുമില്ല. തുടക്കം മുതൽ അവസാനം വരെ സാഹിത്യം മാത്രം. ഇതാണ് മംഗളോദയം. ഞാൻ അന്ന് ഈ എൻ്റെ 4ാമത്തെ കഥ മംഗളോദയത്തിനാണ് അയച്ചത്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പഴയ സൗത്ത് കർണാടകത്തിലുള്ള മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളുള്ള 3ാമത്തെ സ്ഥാനത്തുള്ള നഗരമായിരുന്നു മംഗലാപുരം. മംഗലാപുരത്ത് അന്ന് 3 കോളേജുകളാണ്. ഒന്നാമത് മദിരാശി പ്രസിഡൻസി കോളേജ്, രണ്ടാമത് തൃശ്ശിനാപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജ്. ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പോയിരുന്നു. പക്ഷേ അവിടെ തൃശ്ശിനാപ്പള്ളിയിലെ ചൂട് സഹിക്കാൻ കഴിയാതെ മടങ്ങി വന്നിട്ടാണ് മംഗലാപുരത്ത് അന്ന് ആകെ 3 കോളേജുകളാണ്. ഗവൺമെൻറ് ആർട്സ് കോളേജ്, സെൻറ്റ് അലൂഷ്യസ്, സെൻറ്റ് ആഗ്നസ്. സെൻറ്റ് ആഗ്നസ് പെൺകുട്ടികളുടെ കോളേജാണ്. ഇക്കൊല്ലം മുതൽ അവിടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രവേശനം കിട്ടിയിരിക്കുന്നു. അത് മിക്സഡ് കോളേജ് ആക്കിയിരിക്കുന്നു. ഇത് രണ്ടും കത്തോലിക്ക ചർച്ച് നടത്തുന്ന കോളേജ്. എൻ്റെ കോളേജ് അത്തരം യാതൊരു തരത്തിലുള്ള ലിമിറ്റുകളും ഇല്ലാത്ത, എല്ലാവർക്കും ചേരാം, പഠിക്കാം, വളരെ സ്വാതന്ത്ര്യമുള്ള കോളേജായിരുന്നു. കോളേജിലെ ലൈബ്രറിയൻ വളരെ വലിയ വായനയുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാ കർണാടകക്കാരും. അവിടെ ഞാൻ ആദ്യമായി ടൈംസ് ലിറ്റററി സപ്ലിമെൻ്റൊക്കെ അതുപോലുള്ള മികച്ച സാഹിത്യ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്നത് എൻ്റെ കോളേജിൽ നിന്നാണ്. അവിടെ മംഗളോദയവും വരും മലയാളത്തിൽ, മാതൃഭൂമി വരും, ജയകേർ എല്ലാം ഉണ്ട്. ഓരോന്നിനും ഒരു വലിയ കാലിക്കോ ഫോൾഡറിൽ മനോഹരമായി അടുക്കി വച്ചിട്ടുണ്ടാവും. ഞാൻ മംഗളോദയത്തിന് ഈ കഥ അയക്കുമ്പോൾ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ ദയവായി മടക്കിത്തരണം എന്ന് പറഞ്ഞ് ഒരു സ്റ്റാമ്പ്ഡ് കവറും വെച്ചിട്ടുണ്ടായിരുന്നു. 8-9 മാസം കഴിഞ്ഞിട്ടും ഒരു മറുപടിയും മംഗളോദയത്തിൽ നിന്ന് വന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതവർ തള്ളിയിട്ടുണ്ട്. ഞാൻ ഈ കഥ അന്ന് മദ്രാസിൽ നിന്ന്, അവിഭക്ത മദ്രാസാണ്, മദ്രാസിൽ തമിഴ്നാട്, ആന്ധ്ര, സൗത്ത് കർണാടകം, മലബാർ എല്ലാ ഭാഷയിലുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ എല്ലാ ഭാഷകളിലുള്ള പ്രസിദ്ധീകരണങ്ങളും എൻ്റെ കോളേജിൽ വരുന്നുണ്ട്. ഗവൺമെൻറ് കോളേജാണ്. ഞാൻ എൻ്റെ കഥയെ ഇനി മംഗളോദയം എടുക്കില്ല എന്ന വിശ്വാസത്തിൽ
മദ്രാസിൽ നിന്ന് മദ്രാസ് പത്രിക, മദിരാശി പത്രിക, മദ്രാസിനന്ന് മദിരാശി എന്നാ പറയുക, മദിരാക്ഷിയല്ല, അർത്ഥം മാറും. മദിരാശി പത്രിക, അതിൻ്റെ പത്രാധിപർ പ്രശസ്തനായ എം ഗോവിന്ദനായിരുന്നു. ഗോവിന്ദനിൽ നിന്ന് എനിക്കൊരു മറുപടി കിട്ടി. ഈ കഥ വളരെ മികച്ചതാണ്. ഇന്ന മാസം മദിരാശി പത്രികയുടെ ഒരു വിശേഷാൽ പ്രതി വരും, അതിലേക്കായി ഞാനിത് മാറ്റിവെക്കുന്നു. അപ്പോഴും മനസ്സിന് ഒരു കുളിർമ തോന്നി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ കോളേജിൽ അന്ന് വലിയൊരു ശതമാനം മലയാളി വിദ്യാർത്ഥികളാണ്. തമിഴരും തെലുങ്കരും കർണാടകക്കാരും ഒക്കെയുണ്ട്, മലയാളികളുമുണ്ട്. ഒരു ദിവസം എന്നോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, എടാ നിൻ്റെ ഒരു കഥയുണ്ടല്ലോ ഇപ്രാവശ്യം മംഗളോദയത്തിലെന്ന്. ഞാൻ ഉടനെ ഓടി ലൈബ്രറിയിലേക്ക് ചെന്ന് മംഗളോദയം എടുത്തു നോക്കിയപ്പോൾ കവറിൽ ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എന്ന തലക്കെട്ടിന് കീഴിൽ പതിവ് പോലെ ബാലകൃഷ്ണപിള്ള, മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, ടി പത്മനാഭൻ. ഇതിലും വലിയ എൻ്റെ ജീവിതത്തിൽ 95 വയസ്സായി, രോമമൊന്നുമില്ല, ഉള്ള രോമം എഴുന്നേറ്റ് നിൽക്കും, ഉള്ള രോമം, സത്യം, ഉള്ള രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതിലും വലിയൊരു അവാർഡില്ല. അന്നത്തെ രാജാക്കന്മാരാണ്. എനിക്കന്ന് 19 വയസ്സായിട്ടില്ല. കുട്ടിക്കൃഷ്ണമാരാരുടെയും മുണ്ടശ്ശേരിയുടെയും ബാലകൃഷ്ണപിള്ളയുടെയും ഒപ്പം ടി പത്മനാഭൻ. ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്കെന്നെക്കുറിച്ചൊരു ധാരണ അന്നുമുണ്ട് ഇന്നുമുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഈ ധാരണ മറ്റുള്ളവർക്കും ഉണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. 52-ലാണ് സാഹിത്യ പരിഷത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒറ്റപ്പാലം സമ്മേളനം നടന്നത്. അത് പ്രശസ്തമാവാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ ഗുരുനാഥനായ രാധാകൃഷ്ണനാണ്. പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണൻ്റെ പ്രസംഗമല്ല, ഒരു ധാരയാണ്. ഒരു വാചകം പറഞ്ഞ് നിർത്തുകയല്ല ചെയ്യുക, ഒരു നീണ്ട പാരഗ്രാഫാണ്. ഒരു വ്യത്യാസവും കൂടാതെ NV കൃഷ്ണവാര്യർ അതങ്ങനെ തന്നെ തർജ്ജമ ചെയ്തു. രാധാകൃഷ്ണൻ തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ NV കൃഷ്ണവാര്യരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊരു കാരണം. ഇതിലും വലിയ മറ്റൊരു കാരണമുണ്ട്. കളിയച്ഛൻ എന്ന തൻ്റെ പ്രസിദ്ധമായ കവിത P. കുഞ്ഞിരാമൻ നായർ വായിച്ചത് ഒറ്റപ്പാലം പരിഷത്തിലാണ്. കളിയച്ഛൻ വള്ളത്തോളിൻ്റെ മുമ്പിൽ വെച്ചാണ് വായിച്ചത്. വള്ളത്തോളിൻ്റെ കാൽ കീഴിൽ സാഷ്ടാംഗം സ്റ്റേജിൽ നിന്ന് വീണ് നമസ്കരിക്കുന്നു, കാല് പിടിക്കുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും കുഞ്ഞിരാമൻ നായർ വീഴുന്നു. കളിയച്ഛൻ. പിന്നെ അന്ന് ജീവിത നൗക എന്ന സിനിമ തകർത്താടുന്ന കാലമാണ്. അതിലെ നായകനായ തിക്കുറിശി അന്ന് ഇന്നത്തെ തലമുറയിൽ എത്ര പേർ തിക്കുറിശിയെ ഓർക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. തിക്കുറിശി പിറകിൽ ഒരു സേവകനെയും കൂട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ സദസ്സിൽ വലിയ ആരവമാണ്. തിക്കുറിശിയും പ്രസംഗിച്ചു. എല്ലാ രാത്രിയും കഥകളിയും
വളരെ ഗംഭീരമായിട്ടാണ്. ഞാൻ അന്ന് എല്ലാ ദിവസവും, ഞാനന്ന് മദ്രാസിൽ വിദ്യാർത്ഥിയാണ്, ഒരു നിയമ വിദ്യാർത്ഥി, മദ്രാസിൽ നിന്നാണ് വന്നത്. രാത്രി എഴുത്തുകാരുടെ മീറ്റിംഗ് ഉണ്ടാകും. പിൽക്കാലത്ത് ഉറൂബ് എന്ന പേരിൽ പ്രശസ്തനായ PC കുട്ടിക്കൃഷ്ണൻ അന്ന് മംഗളോദയത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. PC കുട്ടിക്കൃഷ്ണൻ വളരെ നാടകീയമായി എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ചെറുപ്പമാണ് എന്ന് വിചാരിച്ചില്ല. ആ ഭർത്താവ് എന്ന കഥ മംഗളോദയത്തിൽ എത്തിയപ്പോൾ PC കുട്ടിക്കൃഷ്ണനടക്കം എഡിറ്റോറിയലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അവർ വിചാരിച്ചു ഞാനൊരു ഓൾഡ് ബോയ് ആണ്, ജീവിതത്തിൽ വളരെയധികം പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന്. PC കുട്ടിക്കൃഷ്ണനുമായിട്ടുള്ള സ്നേഹബന്ധവും അവസാനം വരെ ഉണ്ടായിരുന്നു. ഞാനിത് ഇത്രയും പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ അംഗീകാരം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ. പിന്നെ എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം വന്നപ്പോൾ, അല്ല അതിനു മുമ്പേ മറ്റൊന്ന് പറയാം. MB ശങ്കുണ്ണി നായർ, പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് MB ശങ്കുണ്ണി നായരെ അധികമൊന്നും പരിചയമുണ്ടാവുകയില്ല. MB ശങ്കുണ്ണി നായർ മലയാളം കണ്ട വളരെ വലിയ പണ്ഡിതനായിരുന്നു, ക്ഷിപ്രകോപിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഛത്രവും ചാമരവും അതിപ്രശസ്തമായ വിമർശന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു. ശങ്കുണ്ണി നായർ വാങ്ങാൻ പോയില്ല. മേടത്തോളാണ് ശങ്കുണ്ണി നായരുടെ വീട്. സാഹിത്യ അക്കാദമിയുടെ പ്രതിനിധികൾ തെക്കേ മലബാറിൽ മേടത്തോളിൽ വന്നു. അവർ വീട്ടിലെത്തുന്നതിന് മുമ്പേ ശങ്കുണ്ണി നായർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. നേരിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ശങ്കുണ്ണി നായർ. ആ ശങ്കുണ്ണി നായർ ഒരു പുസ്തകത്തിൽ എഴുതി, ഞാനന്ന് വക്കീലായിരുന്നു, വക്കീലായി പ്രവേശിച്ചിട്ടേ ഉള്ളൂ. അഭിഭാഷക വൃത്തി നോക്കുന്ന ഈ ചെറുപ്പക്കാരൻ, ഞാനന്ന് ചെറുപ്പക്കാരൻ തൻ്റെ കഥകൾ ലോകോത്തരമാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല, അയാളെങ്ങനെയോ മനസ്സിലാക്കിയത്. സത്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിൻ്റെ ഉള്ളിലുണ്ടോയെന്നറിയില്ല. ഞാനും ഇംഗ്ലീഷ് തർജ്ജമകളിലൂടെ മറ്റു ഭാഷകളിലെ കഥകളൊക്കെ വായിക്കുന്നുണ്ട്. അതൊക്കെ നല്ലത്, മലയാളത്തിലുള്ളത് ചെറുത് എന്ന് പറയുന്നതിനോട് ഒരു കാലത്തും അന്നും ഇന്നും ഒരു യോജിപ്പുമില്ല. അഭിഭാഷക വൃത്തി നോക്കുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ കഥകൾ ലോകോത്തരങ്ങളാണെന്ന് പറയും. പറയുന്നത് ഭോഷ്കല്ല താനും. ഇത് ഞാൻ ശങ്കുണ്ണി നായരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അയാളുമായി സേവ കൂടിയിട്ടുമില്ല. അയാൾ എഴുതിയതാണ്. ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ വളരെ ചെറുപ്പത്തിലേ കിട്ടാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. ഞാൻ ഈ കഥ ഇത്രയും ദീർഘമായി പറഞ്ഞത് ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഞാനിതുവരെ ആത്മകഥ എഴുതിയിട്ടില്ല. അപ്പോഴും പിന്നെ ഇങ്ങനെ നിങ്ങളാ ചിലരെ കണ്ടാൽ പറഞ്ഞിട്ട് എൻ്റെ ഒരു ആശ തീർക്കണ്ടേ, അതിനാണ് എന്ന് കരുതിയാൽ മതി. വളരെയധികം അനുഭവ സമ്പത്തൊക്കെയുണ്ട്, വളരെയധികം വിചിത്രമായ അനുഭവങ്ങൾ. അമേരിക്ക പോലുള്ള ഒരു നഗരത്തിൽ, ചിക്കാഗോ പോലുള്ള ഒരു വലിയ പട്ടണത്തിൽ കയ്യിൽ കാശില്ലാതെ ഉള്ള സത്യം ടാക്സിക്കാരനോട് പറഞ്ഞ് ടാക്സിയിൽ യാത്ര ചെയ്യുക എന്ന ഒരൊറ്റ അനുഭവം മതി. ലോകത്തിൽ അതുപോലെ വേറെ ഒരാൾക്കും, എനിക്കും ഭാര്യക്കും ഉണ്ടായിരുന്നു. കയ്യിൽ കാശില്ല, ഒരു നയാ പൈസയില്ല.
സത്യമോനോട് പറഞ്ഞു. അന്നും ഈ കതർ ഷർട്ടും മുണ്ടും തന്നെയാണ്, പാൻറ്റും ഇതും ഒന്നും ഇട്ടിട്ടില്ല, ഇതേ ഇടാറുള്ളൂ. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്നെ കയറ്റിക്കൊണ്ടുപോകും. അവന് വിശ്വാസം വന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന്. നീഗ്രോ ആണ്, ഡ്രൈവർ കറുപ്പനാണ്. കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇന്ത്യ ഗാന്ധിയുടെ നാട്. ഇത്തരത്തിലുള്ള എത്രയോ അനുഭവങ്ങൾ എൻ്റെ ലോക സഞ്ചാരങ്ങൾക്ക്. പക്ഷെ ഞാൻ യാത്രാ വിവരണവും എഴുതിയിട്ടില്ല, ആത്മകഥയും എഴുതിയിട്ടില്ല. എഴുതാത്തതിൻ്റെ ഒരു കാരണം കളവ് പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ. ഇതൊക്കെ എഴുതാറുണ്ട് തന്നെ അത്യാവശ്യം കളവൊക്കെ പറഞ്ഞു പോകുന്നു, ജീവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കളവൊക്കെ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ പെരുങ്കളവും ഇനി പറയണം, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വേണ്ട. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തി നിങ്ങളോടൊരു ചെറിയ ആത്മഹത്യയൊക്കെ പറയുന്നതിൽ നിങ്ങൾ പൊറുക്കുമെന്ന് എനിക്കറിയാം. ഒരു പാവം വയസ്സനായ മനുഷ്യൻ, അയാളെ കുറച്ച് നേരത്തേക്ക് നമുക്ക് സഹിക്കാം എന്നൊക്കെ. അപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള അംഗീകാരങ്ങൾ വളരെ ചെറുപ്പത്തിലേ കിട്ടിയിട്ടും എം.ബി. ശങ്കുണ്ണി നായർ ലോകോത്തരമാണെന്ന് പറയുന്നു. മാധവിക്കുട്ടി എഴുതുന്നു. മാധവിക്കുട്ടിയെ കുറിച്ചുള്ള എത്രയോ പുസ്തകങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്. ഒന്നിലും മാധവിക്കുട്ടി എന്നെക്കുറിച്ച് പറഞ്ഞതല്ല, എഴുതിയത് ആരും പറയില്ല. കാരണം പത്മനാഭനെ അവർക്കിഷ്ടമല്ല. മാധവിക്കുട്ടി എഴുതിയത് പതിവ് പോലെ വിശേഷാൽപതികൾ ഓണക്കാലത്ത് വന്നു. എല്ലാറ്റിലും ഒന്നാമൻ പത്മനാഭൻ തന്നെ. ഗുരുവായൂർ കേശവൻ ആദ്യം, മറ്റുള്ള ആനകൾ പിന്നാലെ. എനിക്ക് ഈ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, പത്മനാഭനെ കടത്തിവെട്ടണം. അത് കഴിഞ്ഞില്ല. ഇപ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ ആശ സഫലമാകാനാണ് എൻ്റെ ഇത് എഴുതിയതാണ്, പറഞ്ഞതല്ല, എഴുതിയതാണ്. അത് സൗകര്യപൂർവം നമ്മൾ പലരും, പ്രത്യേകിച്ചും നിങ്ങൾ വിമർശകരാണെങ്കിൽ മറന്നുപോകും. ഇടയ്ക്ക് ഞാനെങ്കിലും ഓർമ്മിപ്പിക്കണ്ടേ? അത് മാധവിക്കുട്ടി ഓർമ്മിപ്പിക്കുമായിരുന്നു. അവരിന്ന് ജീവനോടെ ഇല്ല. അപ്പോഴേ ഇത്രയൊക്കെ അംഗീകാരങ്ങൾ കിട്ടുക, എന്നിട്ടും ഞാൻ ഇന്ന് മലയാളത്തിലുള്ള കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച്, ഇനിയും 200 തികച്ചിട്ടില്ല. 48 എഴുതാൻ തുടങ്ങി, 95 എത്തി നിൽക്കുന്നു. ഇപ്പോഴും എഴുതുന്നുണ്ട്. 95-ാം വയസ്സ് ഒരു കഥയുടെ ഒടുവിലത്തെ പാരഗ്രാഫ് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ബാക്കി അവിടെ പോയി പൂർത്തിയാക്കും. സത്യമാണ്. ഒടുവിലത്തെ പാരഗ്രാഫ് ആദ്യം എഴുതിയത്. അത് പിന്നീട് വിട്ടുപോണ്ട എന്ന് മനസ്സിൽ ഒരു എന്നാൽ പിന്നെ അതെഴുതി കളിയാ. അവിടുന്ന് മുകളിലേക്ക് തുടങ്ങിയാൽ മതിയല്ലോ. ഒടുവിലത്തെ പാരഗ്രാഫും എഴുതിയിട്ടായി ഇനി വീട്ടിലേക്ക് പോയിട്ട് അത് പൂർത്തിയാക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ വളരെ ചുരുക്കമേ എഴുതിയിട്ടുള്ളൂ. വളരെ കഷ്ടിച്ചിരുന്നൂറ് എഴുതിയ കാലത്ത് തന്നെ പല കഥകളും വിദേശ ഭാഷകളിൽ വന്നിട്ടുമുണ്ട്. ഒരിക്കൽ റഷ്യയിൽ നിന്ന് അവിടുത്തെ ഒരു മദാമ്മ എനിക്ക് ശുദ്ധമായ മലയാളത്തിൽ ഒരു കത്തെഴുതി. ശുദ്ധമായ വടിവൊത്ത മലയാളത്തിൽ. ഞാൻ മദാമ്മക്ക് മറുപടി എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ കഥ തർജ്ജമ ചെയ്തോട്ടെ, ഇന്ന കഥ തർജ്ജമ ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് തുടങ്ങിയത്. കഷ്ടിമുഷ്ടിയായി ഇംഗ്ലീഷിലൊക്കെ ഒപ്പിച്ച് പിടിച്ച്
പകുതി എഴുതിയപ്പോഴും ഞാൻ വിചാരിച്ചു, നീ എന്ത് വങ്കത്തര കാണിക്കുന്നു, ആ മദാമെന്ന് എനിക്ക് മലയാളത്തിലാണ് എഴുതി, നീ എന്നിട്ട് അവരോട് ഇംഗ്ലീഷിലോ. ഞാനത് മാറ്റി. ഞാനും എനിക്കറിയാവുന്ന മലയാളത്തിൽ, കണ്ണൂർ മലയാളത്തിൽ അവർക്ക് മറുപടി എഴുതി. ആ കഥയുടെ അവർ അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എനിക്ക് അയച്ചു തന്നു, പണം അയച്ചു. പക്ഷേ റഷ്യയിൽ അന്ന് ഉള്ള നിയമപ്രകാരം അതിൻ്റെ ഇൻകം ടാക്സ് അവിടെ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷമാണ് പാപികൾ എനിക്ക് പണം അയച്ചു തന്നത്. അങ്ങനെ പലതിക്കുന്നുമുണ്ട്. ഫ്രഞ്ചിൽ നിന്ന് അനുഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ പുസ്തകങ്ങളല്ല, ഒറ്റയുള്ള കഥകളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എനിക്ക് കുറേ എഴുതിക്കളിയാം. 1950 മാതൃഭൂമിയിൽ ഒരു കഥ ആദ്യമായി എഴുതിയത്. അതിന് കിട്ടിയ പ്രതിഫലം 7.5 ഉറുപ്പിക. 7.5 ഉറുപ്പികയാണ്. അന്ന് 7.5 ഉറുപ്പിക വലുതാണ്. അതിനുശേഷം 50 കഴിഞ്ഞിട്ട് ഇപ്പം എത്രയായി? 75 ആവാൻ പോകുന്നു. ഇപ്പോഴും മാതൃഭൂമിയിൽ എഴുതുന്നുണ്ട്. പക്ഷേ മാതൃഭൂമി ഇപ്പോൾ തരുന്ന പ്രതിഫലം ഇന്ത്യയിൽ മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ മറ്റൊരു കഥാകാരനും ഒരു കഥയ്ക്ക് കിട്ടാവുന്നതിലും അധികമുള്ള തുക അവർ എനിക്ക് തരുന്നുണ്ട്. ഇത് സത്യമാണ്. മാതൃഭൂമിയുടെ ചടങ്ങിന് വന്നിട്ടാണ് ഞാനിത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രലോഭനമല്ല. എന്നാൽ കുറേ എഴുതിക്കളയാലോ. കഷ്ടിച്ച് ഒരു 75 കൊല്ലത്തിലിടക്ക് 200 കഷ്ടി അത്രയേ ആയിട്ടുള്ളൂ. ഈ കാലത്തിനിടയിലാണ് 22ാമത്തെ വയസ്സിൽ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എഴുതി. പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഗൗരി എഴുതുമ്പോൾ എനിക്ക് വയസ്സ് 60 മറ്റോ ആണ്. മരയ എഴുതുമ്പോൾ ഏതാണ്ട് 80 വയസ്സോളമായിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ പുണ്യം എന്ന ഒരു കഥ എഴുതി. അപ്പോൾ 94 വയസ്സാണ്. ഇത്രയും പണം ഒരു കഥയ്ക്ക് കിട്ടുമ്പോൾ എന്നാൽ എഴുതിക്കളയാം. 2 കൈകൊണ്ട് എഴുതാം, സാധിക്കുമെങ്കിൽ 2 കാലുകൊണ്ടും എഴുതാം. പൈസയല്ലേ എഴുതിയിട്ടില്ല. ഈ പ്രലോഭനങ്ങളെ തടുത്തു നിർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നു. വേണ്ട, പതുക്കെ എഴുതിയാൽ മതി, പതുക്കെ എഴുതിയിട്ടില്ലെങ്കിലും ഒന്നുമില്ല. ഈ നീണ്ട ഞാനിതുവരെ എൻ്റെ കഥയെക്കുറിച്ചേ പറഞ്ഞു, കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചും എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ മര്യാദ കേടല്ല. കാലത്തെക്കുറിച്ച് പറയാം. ഞാൻ കഥ എഴുതാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ പൊതുജീവിതത്തിലും മലയാള ഭാഷയിലും പല മാറ്റങ്ങളും വരികയുണ്ടായി. പല മാറ്റങ്ങളും വരികയുണ്ടായി. ഈ ഒരു മാറ്റങ്ങളിലും ഞാൻ പങ്കാളിയായിരുന്നില്ല. കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനതിന് സാക്ഷി മാത്രമായിരുന്നു. ഞാനെല്ലാം കാണുന്നുണ്ട്, എല്ലാം വിലയിരുത്തുന്നുണ്ട്. പക്ഷെ ഞാനതിൽ പങ്കാളിയല്ല. സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പുരോഗമന സാഹിത്യം വന്നു. ഒ.വി. വിജയൻ കഥാകൃത്തല്ല, അയാൾ കഥാകൃത്തല്ല, ഇയാൾ കഥാകൃത്തല്ല. ഒ.വി. വിജയനെ അംഗീകരിക്കാൻ പാടില്ല. മലയാളത്തിൻ്റെ മഹാകവി
തുഞ്ചത്ത് എഴുത്തച്ഛനല്ല, കുഞ്ഞപ്പ പട്ടാനൂരാണ്. അങ്ങനെ ഒരു കവിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞപ്പ പട്ടാനൂരാണ് മലയാളത്തിൻ്റെ മഹാകവി. ഈ തലക്കെട്ടിൽ 3 ലേഖനം ഒരു പ്രധാന വാരികയിൽ വന്നിരുന്നു. കുഞ്ഞപ്പ പട്ടാനൂരാണ് മലയാളത്തിൻ്റെ മഹാകവി, തുഞ്ചത്തെഴുത്തച്ഛനല്ല. അങ്ങനെയും വന്നു. പിന്നെ പുരോഗമനം കുറേ കാലം ആടി. കുമാരനാശാനല്ല കവി, KPR ഗോപാലനാണ്. എത്ര പേർ ഓർക്കുന്നുണ്ടത്? KPR ഗോപാലൻ എൻ്റെ നാട്ടുകാരനാണ്. മൊറാഴ കൊലക്കേസിലെ 1-ാം പ്രതി, തൂക്കുമരത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട വിപ്ലവകാരി. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്. പക്ഷേ ഒരു കവി എന്ന നിലയിൽ ഞാൻ അറിഞ്ഞത് ഈ ലേഖനം വന്നപ്പോഴാണ്. എന്തുകൊണ്ടാണ് മഹാകവി എന്ന് KPR ഗോപാലനെ വിളിച്ചത് എന്നും ഞാൻ പറയാം. അത് എഴുതിയ ആളും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇന്നില്ല. ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിലെ ആധുനിക കേരളത്തിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാളാണ്. ആധുനിക കേരളത്തിൻ്റെ സ്രഷ്ടാക്കൾ. പല നന്മകളുള്ള മനുഷ്യനാണ്, പല നന്മകളുള്ള. അതുകൊണ്ട് ഞാൻ അയാളെ പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ KPR ഗോപാലനെ മലയാളത്തിൻ്റെ മഹാകവി എന്ന് വിളിച്ചു. നിങ്ങൾക്കാർക്കും ഓർമ്മയുണ്ടാകില്ല, 1930കളുടെ ആദ്യത്തിൽ മലബാറിൽ നിന്ന് മദിരാശി പട്ടണത്തിലേക്ക് ഒരു പട്ടിണി ജാഥ പോയിരുന്നു. ആ ജാഥയ്ക്ക് പാട്ട് പാടാൻ വേണ്ടി ഒരു പടപ്പാട്ട് KPR ഗോപാലനാണ് ആ ജാഥയുടെ ക്യാപ്റ്റൻ. അതുകൊണ്ടാണ് കുമാരനാശാനേക്കാളും വലിയ സ്ഥാനം KPRന് നൽകിയത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഓരോ കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ആധുനികതയുടെ ഒരു താണ്ഡവമായിരുന്നു. ഇത്തിരി കാലം കഴിഞ്ഞപ്പോൾ ആധുനികതയെ ചവിട്ടി പുറത്താക്കി ഉത്തരാധുനിക വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉത്തരാധുനികതയും പോയി. അതിനുശേഷവും പല പല കാലവും വന്നു. പെണ്ണെഴുത്തിൻ്റെ കാലം, ഇപ്പോൾ സൈബർ യുഗത്തിൻ്റെ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ ഞാനിതൊക്കെ നോക്കുന്നുണ്ട്. അന്നും ഇന്നും ഞാൻ പാടുന്ന ഇടശ്ശേരിയുടെ 4 വരികളുണ്ട്. എനിക്ക് രസം എന്ന വാക്കാ എനിക്ക് രസം ഈ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേത് ഇരുൾക്കുഴിമേൽ ഉരുളട്ടെ, വിടില്ല ഞാൻ ഈ രശ്മികളെ, വിടില്ല ഞാൻ ഈ. എനിക്കിത് മതിയടോ, എനിക്കിത് മതി. ഞാൻ പോകുന്ന വഴി കുണ്ടും കുഴിയും നിറഞ്ഞതാണ്, ഇരുളടഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇതിലൂടെ പോയിക്കൊള്ളും. എനിക്കിത് മതി. എനിക്കിത് രസമാണ്. എൻ്റെ കഥകളുടെ അന്തർധാര പലരും എന്നെക്കുറിച്ച് പറയാറുണ്ട്. ഇയാൾ മനുഷ്യനെ കണ്ടിട്ടുണ്ട്, ഇയാൾ കണ്ട നായ്ക്കളി പൂച്ചകളി കുറിച്ചിട്ടൊക്കെ കഥ എഴുതുകയല്ലാണ്ട് ഇയാൾ മനുഷ്യരുമായിട്ട് എന്ത് ബന്ധമുള്ളൂ. അവർ പറഞ്ഞതിലും സത്യമുണ്ട്. എൻ്റെ കഥകളുടെ അന്തർധാര പ്രകൃതിയാണ്. ഈ പ്രകൃതിയിൽ നായിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, കിളികളുണ്ട്. അതിനു പുറമെ എല്ലാറ്റിനും അപ്പുറത്തായി മനുഷ്യരുണ്ട്, വൃക്ഷങ്ങളുണ്ട്, നദികളുണ്ട്, മലകളുണ്ട്. ഇതെല്ലാമുണ്ട്.
ഇവയെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ ഞാനുമായി സംവദിച്ചു. അത് ക്രിസ്തുവായിരുന്നു എന്ന് പിൽക്കാലത്ത് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അത് ഈ ഒരു പെരുമാറ്റത്തെക്കുറിച്ചുള്ള കഥയായിരുന്നു. കഥയല്ല, ലേഖനം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് KSRTC ബസ്സിൽ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്ന് എൻ്റെ പെട്ടി നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ മാനേജറിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് മനോരമ ആഫീസിൽ പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ വരും. വെറും 5 മിനിറ്റ്. അയാളത് വെക്കുകയും ചെയ്തു. എനിക്ക് കാണേണ്ടത് അന്നത്തെ ന്യൂസ് എഡിറ്ററായും പിൽക്കാലത്ത് എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിനെയാണ്. അയാൾ കണ്ട് സംസാരിച്ച് 5 മിനിറ്റും എടുത്തിട്ടില്ല. ഞാൻ വന്ന് നേരെ ഏതാണ്ട് സദ്യയായിരുന്നു. എൻ്റെ പെട്ടിയും എടുത്ത് നാഷണൽ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോ വന്ന് എൻ്റെ ഷർട്ടിൻ്റെ പുറഭാഗത്ത് ഒന്നിങ്ങനെ നിന്ന് പിടിച്ചു. എനിക്കും വേഗത്തിൽ ദേഷ്യം വരും. ആരടാ ഇത്? ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കപ്പൂച്ചിയൻ സന്യാസിയാണ്, ക്രിസ്തീയ പുരോഹിതൻ. അദ്ദേഹം പറഞ്ഞു, 1 സെക്കൻഡ്, ടി പത്മനാഭനല്ലേ? ഞാൻ പറഞ്ഞു, അതെ, അതിനെന്താ? ഞാൻ പോയിട്ട് ഒന്ന് അങ്ങയുടെ ആ സമ്പൂർണ്ണ കഥകൾ ഒരു കോപ്പി വാങ്ങിക്കൊണ്ടുവന്ന് തരാം, ഒന്ന് ഒപ്പിട്ട് തരണം. ഞാൻ മൂടി. അപ്പോഴും ദേഷ്യം പോയിട്ടില്ല എൻ്റെ അടുക്കൽ. അയാൾ പോയി പുസ്തകം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അന്നാ കറനീരയോ മറ്റോ ടോൾസ്റ്റോയി ഉദ്ധരിച്ച ഒരു വാചകമാണ്, ബൈബിളിലുള്ളതാണ്. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനത് എഴുതിയിട്ട് പറഞ്ഞു, ഫാദർ, ഞാനിതിൻ്റെ ചുവട്ടിൽ എൻ്റെ പേര് എഴുതുന്നില്ല. ഇത് ക്രിസ്തു പറഞ്ഞതാണ്. അതിൻ്റെ ചുവട്ടിൽ എൻ്റെ പേരെഴുതാൻ കഴിയില്ല. അത് മതി എന്ന്. ആ സമയത്ത് എന്തോ എൻ്റെ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാണ്ടായിരിക്കുന്നു. അദ്ദേഹം പിന്നെ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫാദർ, ഞാൻ സംഘടിതമായ ഒന്നിലും വിശ്വസിക്കുന്നില്ല, ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. അങ്ങയുടെ കഥകൾ തന്നെ ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകളല്ലേ? അങ്ങയുടെ കഥകൾ തന്നെ ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകളല്ലേ എന്ന് അദ്ദേഹം. പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു, കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക്. മഴച്ചാറിലും കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ പെട്ടി എടുക്കുന്നത് ആ ഫാദറാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്ന് പോകുമ്പോൾ എനിക്ക് തോന്നി, ഞാനും ഫാദറും മാത്രമല്ല, മൂന്നാമതൊരാളും കൂടി എൻ്റെ കൂടെ ആ സന്ധ്യക്ക് മഴച്ചാറലും സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ക്രിസ്തുവായിരുന്നു. ആ ഫാദർ അന്ന് പറഞ്ഞത്, ഫാദർ എന്നോട് പേര് ചോദിച്ചിട്ടില്ല. ഫാദർക്ക് എന്നെ അറിയാം, നല്ലതുപോലെ അറിയാം. എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്.
ഒരു 2 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചപ്പോൾ ആ കപൂച്ചിയൻ ആശ്രമത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ എനിക്ക് എഴുതി, ഇന്ന സന്യാസി മരിച്ചു, നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, നിങ്ങളുടെ കഥകളെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും കൊണ്ട് കണ്ണൂരിൽ നിങ്ങളെ കാണാൻ പറഞ്ഞതുപോലെ തന്നെ വരികയും ചെയ്തു. ഏതായാലും വലിയ വലിയ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ സംതൃപ്തനാണ്. ഈ ചെറിയ ജീവിതത്തിൽ ഇത്രക്കെങ്കിലും ആയല്ലോ. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാനെങ്കിലും എനിക്കിന്ന് കഴിഞ്ഞല്ലോ. ഞാൻ തൃപ്തനാണ്. ഇനി ഇവരുടെ നിയമപ്രകാരം 10 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും തമാശ പറയാനോ ചീത്ത പറയാനോ എന്ത് വേണമെങ്കിലും ഞാൻ റെഡിയാണ്. 23-ാമത്തെ വയസ്സിൽ വലിയ മോശമൊന്നുമില്ലല്ലോ. മകൻ സിംഗിൻ്റെ മരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊഴികെ എല്ലാം സത്യമാണ്, എല്ലാം സത്യമാണ്. മകൻ സിംഗ് എന്നാണ് ആ ഡ്രൈവറുടെ പേര്. അയാളുടെ ഭാര്യയുടെ പേര് ശരിയാണ്. മാധവപൂരിൽ വെച്ച് കയറിയ ചെക്കിംഗ് ഇൻസ്പെക്ടറുടെ പേര് ശരിയാണ്. രാംലാൽ എന്ന ആ ക്ലീനറുടെ പേര് ശരിയാണ്, ഒന്നൊഴികെ. ബനിഹാലിലെ ആ തുരങ്കം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അയാൾ കുഴഞ്ഞു വീണു എന്ന് എഴുതിയിട്ടുണ്ട്. വീണിരുന്നില്ല. അത് എൻ്റെ കോൺട്രിബ്യൂഷൻ അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ശരിയാണ്, മുഴുവൻ. 23-ാമത്തെ വയസ്സിൽ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ സംഭാഷണത്തിൻ്റെ ആരംഭത്തിൽ സാർ പറഞ്ഞിരുന്നു, സാർ ഇതൊരു ആത്മകഥ എഴുതിയിട്ടില്ല, അതിന് ശ്രമിക്കുന്നില്ല, കാരണം അസത്യം പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സാർ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ സാറിൻ്റെ ഇതേപോലുള്ള സംഭാഷണങ്ങളും സാറിൻ്റെ കൃതികളും ഒക്കെ വായിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, സാർ ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിൻ്റെയും ചരിത്രമാകില്ലേ, മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു പുസ്തകമായി അത് മാറുകയില്ലേ? അതുകൊണ്ട് സാറിൻ്റെ ആദ്യം പറഞ്ഞ വാക്കൊന്ന് പുനർചിന്തിക്കുമോ എന്ന് ഒരു ആഗ്രഹം ചോദിക്കുകയാണ് സാർ. മലയാളത്തിലെ പ്രസിദ്ധരായ 2 പബ്ലിഷേഴ്സ് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടിരുന്നു. ഒരു പബ്ലിഷർ ദേഷ്യപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ ആളെ അയക്കാം, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഞാനതിന് നിന്നിട്ടില്ല. കളവ് വരും, ഞാൻ ഡയറി എഴുതുന്ന ആളല്ല. കളവ് വരും. വേണ്ട. സർ, കോഴിക്കോടാണ് വരുന്നത്. പേര് പ്രതീക്ഷാണ്. കഴിഞ്ഞ വർഷവും MP സാറുടെ സംഭാഷണങ്ങൾ ഒരുപാട് കേട്ടു. അപ്പോൾ ഇന്ന് ചോദിക്കാനുള്ളത് സാറേ, ഇപ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പാട്ടെഴുതിയ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക് കഥ എഴുതി വന്ന ഒരു വലിയ കഥാകാരൻ എന്ന നിലയിൽ ഇപ്പം മനുഷ്യനും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങേക്ക് എന്താണ് ആശങ്കയോ എന്താണുള്ളത് ഈ കാലഘട്ടത്തെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് അന്നും ഇന്നും ഒക്കെ ഒരേ വിശ്വാസമേ ഉള്ളൂ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ഇന്ന് വിൽപ്പന ചരക്കാക്കുകയും ചെയ്തു. ഇന്നത്തെ മാതൃഭൂമിയിൽ എൻ്റെ ഒരു കൊച്ചു കുറിപ്പ്, ദിനപത്രം, ഒരു കൊച്ചു കുറിപ്പുണ്ട്. കഴിയുമെങ്കിലും അതൊന്ന് നോക്കണം. ഇപ്രാവശ്യത്തെ DC ബുക്സിൻ്റെ പച്ചക്കുതിര എന്ന മാസികയിൽ എൻ്റെ ഒരു അഭിമുഖമുണ്ട്. ഒന്നതും നോക്കുക. എപ്പോഴാണ് എന്തും സംഭവിക്കാം. ജീവിതത്തിൽ ശത്രുക്കളുണ്ടോ? എഴുത്തിലും അല്ല,
ജീവിതത്തിൽ ശത്രുക്കളുണ്ടോ എഴുത്തിലും? ഈ ജോൺ എഫ് കെന്നഡി പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. ഫോർഗിവ് യുവർ എനിമീസ്, നിങ്ങളുടെ ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുക. ബട്ട് നെവർ ഫോർഗെറ്റ് ദെയർ നെയിംസ്, അവരുടെ പേരുകൾ മറന്നു പോകരുത്. ശേഷം ചിന്ത്യം.